ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ പാഠഭാഗങ്ങളാണ്. ഒന്നാമത്തെ പാഠഭാഗമാണ് ജീവൻ്റെ ചെപ്പുകൾ. ഇതിൽ തുടങ്ങുന്നത് തന്നെ ഒരു കുട്ടി ഉറുമ്പിനെ നിരീക്ഷിച്ചുകൊണ്ടാണ്. അത് എന്തുകൊണ്ടാണ് നിരീക്ഷിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഹാൻഡ് ലെൻസ് കൊണ്ടാണ്. ഹാൻഡ് ലെൻസ് എന്ന് പറയുന്നത് ചെറിയ ജീവികളെ വലുതാക്കി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹാൻഡ് ലെൻസ്. മൈക്രോസ്കോപ്പ് എന്നത് നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെയും മറ്റും നോക്കിക്കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മൈക്രോസ്കോപ്പ്. ഇനി അടുത്തത് ഇവിടെ കുറച്ച് ജീവികളുടെ ഏകകോശ ജീവികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് അമീബയാണ്, പാരമീസിയം, യൂഗ്ലിന ഇവയൊക്കെ സൂക്ഷ്മജീവികളാണ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറുഘടകങ്ങൾ ചേർന്നാണ്. ഒരു കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറുഘടകങ്ങളാൽ നിർമ്മിതമാണ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറുഘടകങ്ങളെയാണ് നമ്മൾ കോശങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട്, അവയാണ് ഏകകോശ ജീവികൾ. അമീബ, പാരമീസിയം, യൂഗ്ലിന, ബാക്ടീരിയ തുടങ്ങിയവ ഏകകോശ ജീവികൾക്ക് എക്സാമ്പിളാണ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികൾ ബഹുകോശ ജീവികളാണ്. ജന്തുക്കളും സസ്യങ്ങളുമെല്ലാം ബഹുകോശ ജീവികളാണ്. കോശങ്ങൾ പല തരത്തിലുണ്ട്. ഇവിടെ തന്നിട്ടുള്ള ഇത് രക്തകോശമാണ്, ഇത് കവിളിലെ കോശമാണ്. പേശികോശം, നാഡീകോശം അത് ഘടനയിലും ധർമ്മത്തിലും വ്യത്യസ്തത പുലർത്തുന്നു. കോശത്തിനുള്ളിൽ എന്തൊക്കെയാണുള്ളത്? മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിവ ചില പ്രധാന കോശഭാഗങ്ങളാണ്. കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. കോശത്തിൻ്റെ ആവരണമാണ് കോശസ്തരം. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് കോശദ്രവ്യം. അടുത്തത് സസ്യകോശങ്ങളിലും വൈവിധ്യം കാണാം. കാവൽ കോശങ്ങൾ എന്നാൽ സസ്യങ്ങളിൽ ഇലകളിൽ കാണപ്പെടുന്ന ഒരു സുഷിരമുണ്ട്. സുഷിരത്തിൻ്റെ പേര് ആസ്യരന്ധ്രം എന്നാണ്. ഇലകളിൽ കാണപ്പെടുന്ന സുഷിരങ്ങളെ ആസ്യരന്ധ്രങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ആസ്യരന്ധ്രങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കാണപ്പെടുന്ന കോശങ്ങളാണ് കാവൽ കോശങ്ങൾ. ഇവ ആസ്യരന്ധ്രങ്ങൾ തുറക്കുന്നതിനും അടക്കുന്നതിനും ഹെൽപ്ഫുൾ ആകുന്നത് കാവൽ കോശങ്ങളാണ്. ഇവിടെ ജന്തുകോശവും സസ്യകോശവും തമ്മിലുള്ള താരതമ്യമാണ്. ജന്തുകോശത്തിൽ ഇല്ലാത്തതും സസ്യകോശത്തിലുള്ളതുമായ ഒന്നാണ് കോശഭിത്തി. അതുപോലെ തന്നെ ഹരിതകം. ഫേനം ജന്തുകോശത്തിൽ വളരെ ചെറുതാണ്, ഇതിൽ വലിയ ഫേനമാണ് ഉള്ളത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അടുത്തത് മാറ്റത്തിൻ്റെ പൊരുൾ എന്നതാണ്. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ പ്രകാശം ഒരു ഊർജ്ജ രൂപമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിവിടെ കുറച്ച് സന്ദർഭങ്ങളും ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപവും പറയുന്നുണ്ട്. മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജമാണ്. തുണി ഉണങ്ങുന്നത് സൗരോർജ്ജം വഴിയാണ്. ബൾബുകൾ പ്രകാശിക്കുന്നത് വൈദ്യുതോർജ്ജം വഴിയാണ് എന്ന് പറയുന്നു. ഇനി ഊർജ്ജത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. ടോർച്ച് പ്രകാശിക്കുന്ന സമയത്തുണ്ടാകുന്ന ഊർജ്ജരൂപങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പ്രകാശോർജ്ജവും താപോർജ്ജവുമാണ്. നമ്മൾ പ്രയോജനപ്പെടുന്നത് പ്രകാശോർജ്ജം മാത്രമാണ്. അത്തരത്തിലുള്ള കുറച്ച് സന്ദർഭങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അടുത്തത് ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്നതാണ്. പിന്നെ എന്താണ് യാന്ത്രികോർജ്ജം? വൈദ്യുതോർജ്ജമോ ഇന്ധനങ്ങൾ കത്തുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമോ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രികോർജ്ജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഊർജ്ജമാണ് രാസോർജ്ജം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഏത് ഊർജ്ജ രൂപമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാസോർജ്ജമാണ്. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ എന്താണ് ചെയ്യുന്നത്? സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കിയാണ് മാറ്റുന്നത്. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജ്ജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു. വിറക് കത്തുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജം ഏതാണ്? സസ്യഭാഗങ്ങളിൽ നിന്നുള്ള രാസോർജ്ജമാണ്. എല്ലാ വസ്തുക്കളിലും കാണപ്പെടുന്ന ഊർജ്ജരൂപമാണ് രാസോർജ്ജം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മറ്റുള്ളത് ഒരു സന്ദർഭം തരും, അതിൽ സംഭവിക്കുന്ന ഊർജ്ജമാറ്റമാണ് എഴുതാൻ പറയുന്നത്. ബൾബ് പ്രകാശിക്കുന്ന സമയത്ത് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറുന്നു. വെള്ളം എടുക്കുന്നതിന് മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നത് അതെന്താണ്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവും ഒക്കെ ആയിട്ട് മാറുന്നതാണ്. ഇനി അടുത്തത് ഇതൊക്കെ വെച്ചിട്ട് ഒരു ഡയഗ്രാം പോലെയുള്ളത് പൂരിപ്പിക്കാനാണ്. അത് സിമ്പിളാണ്. അടുത്തത് പറയുന്നത് എന്താണ് അവസ്ഥാമാറ്റം? വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നു. താപോർജ്ജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു. ഊർജ്ജം പുറത്തുവിട്ട് വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു. ഓക്കെ, ഇതാ ഐസ് കട്ട താപം സ്വീകരിച്ചിട്ട് എന്തായി മാറുന്നു? ദ്രാവകം താപം സ്വീകരിച്ച് നീരാവിയാകുന്നു. നീരാവി തണുത്തിട്ടാണ് വെള്ളം ദ്രാവകമായിട്ട് മാറുന്നത്. ദ്രാവകം തണുത്തിട്ടാണ് ഐസായിട്ട് മാറുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഉറച്ച നെയ്യ് ചൂടാക്കുന്ന സമയത്ത് അവസ്ഥയിലും രൂപത്തിലും ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഉരുകുകയാണ് ചെയ്യുന്നത്. പച്ചക്കറി മുറിക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാകുന്നു. PVC പൈപ്പ് ചൂടാകുന്ന സമയത്ത് വികസിക്കുകയാണ് ചെയ്യുന്നത്. മെഴുക് ചൂടാകുമ്പോൾ ഉരുകുകയാണ്. അപ്പോൾ ഓരോന്നിലും ഓരോരോ മാറ്റമാണ് ഉണ്ടാകുന്നത്. താപം സ്വീകരിക്കുമ്പോഴും താപം പുറത്തുവിടുമ്പോഴും. ഇനി നോക്കുക, എന്താണ് ഭൗതിക മാറ്റം? ഫിസിക്കൽ ചേഞ്ച്.
അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ നമുക്ക് ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയാം. അവിടെ എന്ത് ചെയ്യില്ല, പുതിയൊരു പദാർത്ഥം ഉണ്ടാവില്ല. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. അതാണ് ഭൗതിക മാറ്റം. ഇനി എന്താണ് സ്ഥിരമാറ്റം? സ്ഥിരമാറ്റത്തിന് മറ്റൊരു എക്സാമ്പിളാണ് രാസമാറ്റം. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റം. രാസമാറ്റം എന്താണ്? സ്ഥിരമാണ്. അപ്പോൾ ഇവിടെ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാസമാറ്റങ്ങൾക്ക് കുറേ എക്സാമ്പിൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എന്തൊക്കെയാണ് പറയുന്നത്? എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിൻ്റെ നിറം മാറുന്നു, പിന്നെ വസ്ത്രങ്ങൾ വെയിലേറ്റ് നിറം മങ്ങുന്നു, ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുക്കുന്നു, മാങ്ങ പഴുക്കുന്നു. ഇതൊക്കെ രാസമാറ്റത്തിന് എക്സാമ്പിളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പറയാനുള്ളത്. അടുത്ത പാഠഭാഗമാണ് പൂവിൽ നിന്ന് പൂവിലേക്ക്. ഇതിൽ ആദ്യം തന്നെ ഒരു പൂവിൻ്റെ ചിത്രം തന്നിട്ട് അതിലെ ചില ഭാഗങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അടുത്ത പേജിലായിട്ട് നമുക്ക് അതിൻ്റെ ധർമ്മം എന്താണ് എന്ന് കൂടി പറയുന്നു. പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത് പുഷ്പാസനമാണ്. പൂവിന് നിറമണവും ആകർഷകത്വവും നൽകുന്നത് ദളമാണ്. പൂവിലെ ആൺലിംഗാവയവമാണ് കേസരപുടം, പെൺലിംഗാവയവമാണ് ജനിപുടം. പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത് പൂഞ്ഞെട്ടാണ്. മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുകയും വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യുന്നത് വിതളമാണ്. അടുത്തത് പൂക്കൾ. പൂക്കൾ എന്നാൽ എന്താണ്? സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ്. സസ്യങ്ങളുടെ ലൈംഗിക അവയവങ്ങളാണ് പൂക്കൾ. അതുപോലെ തന്നെ പൂക്കളാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഓർമ്മിക്കുക. ഇനി പൂമ്പൊടിയെയാണ് നമ്മൾ പരാഗരേണുക്കൾ എന്ന് പറയുന്നത്. പൂമ്പൊടിയെയാണ്. ഇനി പൂക്കളിലെ സ്ത്രീലിംഗാവയവം ജനിപുടം എന്നും ആൺലിംഗാവയവം കേസരപുടം എന്നും അറിയപ്പെടുന്നു. ജനിപുടത്തിലെ പ്രധാന ഭാഗങ്ങളാണ് പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഒവ്യൂൾ തുടങ്ങിയവ. അണ്ഡാശയത്തിലെ ഒവ്യൂളിനകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. ഇനി കേസരപുടം. കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത്. ഒരേ പൂവിൽ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്നത് ദ്വിലിംഗ പുഷ്പം എന്നറിയപ്പെടുന്നു. കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണപ്പെടുന്നതിനെ ഏകലിംഗ പുഷ്പം എന്നും അറിയപ്പെടുന്നു. കേസരപുടം മാത്രമുള്ള പൂക്കൾ അറിയപ്പെടുന്ന പേര് ആൺപൂക്കൾ എന്നാണ്. ജനിപുടം മാത്രമുള്ള പൂക്കൾ പെൺപൂക്കൾ എന്നറിയപ്പെടുന്നു. മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവയിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ട്. ഇനി എന്താണ് ആൺമരവും പെൺമരവും? കുടപ്പന, കുടംപുളി, ജാതി തുടങ്ങിയ സസ്യങ്ങളിൽ ആൺമരവും പെൺമരവും ഉണ്ട്. ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രവും പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രവുമാണ് കാണപ്പെടുന്നത്. ഇനി പരാഗരേണുക്കളിൽ നിന്ന് പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേരണം. അപ്പം മാത്രമേ ബീജസങ്കലനം നടക്കുകയുള്ളൂ. ഇത്തരത്തിൽ പുംബീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് ബീജസങ്കലനം. ബീജസങ്കലനം നടക്കണമെങ്കിൽ ആദ്യം കേസരപുടത്തിലെ പരാഗയിൽ നിന്ന് പുംബീജം പരാഗണ സ്ഥലത്തെത്തണം. അവിടെ നിന്ന് അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേരേണ്ടതുണ്ട്. പരാഗയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രോസസ്സ് അറിയപ്പെടുന്ന പേരാണ് പരാഗണം. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് പരാഗണകാരികൾ. ചേനയിലും ചേമ്പിലും പരാഗണത്തിന് സഹായിക്കുന്ന ജീവിവർഗം ഏതാണ്? അത് ഈച്ചയാണ്. ഈച്ചകളെയാണ് അതിൻ്റെ ദുർഗന്ധം ആകർഷിക്കുന്നത്. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കാറ്റ്, ജലം എന്നിവയും പരാഗണകാരികളാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടക്കുന്നത് കാറ്റ് വഴിയാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. കുരുമുളകിൽ പരാഗണം നടക്കുന്നത് ജലം വഴിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. നെല്ല്, ഗോതമ്പ്, ചോളത്തിൽ, കരിമ്പ് തുടങ്ങിയവയിൽ പരാഗണം നടക്കുന്നത് കാറ്റ് വഴിയാണ്. അടുത്തത് എന്താണ്? കൃത്രിമ പരാഗണം. മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതറാറുണ്ട്. ഇതിനെയാണ് കൃത്രിമ പരാഗണം എന്ന് പറയുന്നത്. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനിലയിൽ പരാഗണം നടത്തുന്നത് മെലിപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്. വാനില നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് കൃഷി ചെയ്യുമ്പോൾ ഈ പ്രാണികളില്ലാത്തത് കാരണം നമുക്ക് കൃത്രിമ പരാഗണം നടത്തേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് പരാഗണം ഏതെല്ലാം തരത്തിൽ നടക്കാം? സ്വപരാഗണം, പരപരാഗണം. ഇങ്ങനെ 2 തരത്തിലാണ് പരാഗണം നടക്കുന്നത്. ഒരു ചെടിയിലെ ഒരു പൂവിൽ തന്നെയാണ് പരാഗണം നടക്കുന്നതെങ്കിൽ സ്വപരാഗണം എന്നും, ഒരു ചെടിയിലെ 2 പൂക്കൾ തമ്മിലാണെങ്കിൽ അത് സ്വപരാഗണത്തിൽ തന്നെയാണ് പെടുന്നത്. പിന്നെ 2 ചെടിയിലെ 2 പൂക്കൾ തമ്മിലാണ് പരാഗണം നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പരപരാഗണത്തിലാണ് പെടുന്നത്. ഇനി ഇതിന് ശേഷം പരാഗണം നടന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇതളുകളും കേസരപുടവും ഒക്കെ ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നു. നോക്കുക. ഇനി ഫലങ്ങൾ എത്ര വിധം? അതിൽ ആദ്യത്തേതാണ് ലഘുഫലങ്ങൾ.
ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നത് എങ്കിൽ അത്തരം ഫലങ്ങളാണ് ലഘുഫലം. എക്സാമ്പിളായിട്ട് തക്കാളി, അതുപോലെ തന്നെ മാമ്പഴം ഒക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാകുന്നു, അത്തരം ഫലങ്ങളെയാണ് നമ്മൾ പുഞ്ചഫലങ്ങൾ എന്ന് പറയുന്നത്. സീതപ്പഴം, ബ്ലാക്ക്ബെറി, അരണമരക്കായ് ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി ഒരു പൂങ്കുലയിൽ നിന്ന് ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും അതൊക്കെ കോമണായി ഒരു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെ തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഫലമാണ് സംയുക്ത ഫലങ്ങൾ. സംയുക്ത ഫലത്തിന് എക്സാമ്പിളാണ് ചക്കയും കൈതച്ചക്കയും. ഇനി നമ്മൾ പറഞ്ഞു ബീജസങ്കലന ശേഷം അണ്ഡാശയം വളർന്നിട്ടാണ് എന്താകുന്നത്, ഫലമായി മാറുന്നത് അണ്ഡാശയമാണ്. എന്നാൽ ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു. ഇവയാണ് കപട ഫലങ്ങൾ. ഈ കശുമാങ്ങയിൽ പൂഞ്ഞെട്ടാണ് വളർന്ന് ഫലമാകുന്നത്. ആപ്പിളിലോ പുഷ്പാസനമാണ്, ഫ്ലഷി ആയിട്ട് നമ്മൾ തിന്നാവുന്ന ഭാഗം പുഷ്പാസനമാണ്, പുഷ്പാസനം വളർന്നുണ്ടായതാണ്. സബർജില്ലിലും അത് തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അടുത്ത പാഠമാണ് ചലനത്തിനൊപ്പം. ഇതിൽ ആദ്യം തന്നെ ഭൂമിയുടെ ചലനത്തെ പറ്റിയാണ് പറയുന്നത്. ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്റർ വേഗത്തിലാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഭൂമി സൂര്യനെ ചുറ്റുന്നത് മണിക്കൂറിൽ ഏതാണ്ട് 1,06,000 കിലോമീറ്റർ വേഗത്തിലുമാണ് എന്ന് പറയുന്നു. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, SCERT ഫാക്റ്റ് ആയതുകൊണ്ട് എടുത്തു ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് എന്താണ് ബലം? ബലവും ചലനവും തമ്മിലുള്ള ബന്ധം. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് നമുക്ക് ചലിപ്പിക്കാം. ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും. ചലനത്തിൻ്റെ ദിശ മാറ്റാനും ചലനവേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും ബലം ഉപയോഗിക്കുന്നു. ഇനി ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനത്തെ നേർരേഖാ ചലനമെന്നും സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനത്തെ ഭ്രമണമെന്നും വൃത്താകാരമായ പാതയിലൂടെയുള്ള ചലനത്തെ വർത്തുള ചലനമെന്നുമാണ് പറയുന്നത്. ഇനി ഒരു വസ്തു ഒരു തുലന നിലയെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം, അല്ലെ, ഊഞ്ഞാലാടുന്നതാണ് ഏറ്റവും ബേസിക് എക്സാമ്പിളായിട്ട് ദോലനത്തിൽ പറയാൻ പറ്റുന്നത്. പിന്നെ ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെയാണ് നമ്മൾ കമ്പനം എന്ന് പറയുന്നത്. ഇപ്പോൾ ട്യൂണിങ് ഫോർക്കിൻ്റെ അല്ലേ ഭുജത്തിൽ റബ്ബർ ഹാമർ കൊണ്ട് അടിച്ചാൽ ഉണ്ടാകുന്നത്, അല്ലേ, അത് പിന്നെ വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് തട്ടുമ്പോഴൊക്കെ ഉണ്ടാകുന്നത് എന്താണ്, ആ ഒരു കമ്പനം ഉണ്ടാവില്ലേ, അതും ദോലനത്തിൽ പെടുത്താവുന്നതാണ്. അടുത്തത് ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റ് യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ സാധിക്കും. അതിനുപയോഗിക്കുന്നത് സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? ചെയിന്, ബെൽറ്റ്, ചക്രം, ആക്സിൽ തുടങ്ങിയ സംവിധാനങ്ങളാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. പൽചക്രങ്ങളുടെ കേസിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുന്ന സമയത്ത് ചലനവേഗം കുറയുകയാണ് ചെയ്യുന്നത്. ചലനവേഗം കുറയുന്നു. ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗം കുറയുകയും വലിയ പൽചക്രം ഉപയോഗിച്ച് തിരിച്ചാകുമ്പോൾ എന്ന് പറയുമ്പോൾ വലിയ പൽചക്രം ഉപയോഗിച്ച് ചെറിയ പൽചക്രം കറക്കാൻ നോക്കുമ്പോൾ ചലനവേഗം കൂടുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളൂ. അടുത്തത് ആഹാരം ആരോഗ്യത്തിന് എന്ന പാഠഭാഗമാണ്. ഇതിൽ ആദ്യം തന്നെ ധാന്യകം എന്നാൽ എന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കാർബോഹൈഡ്രേറ്റ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ധാന്യകത്തിൻ്റെ മുഖ്യധർമ്മം. ഇതിൻ്റെ മുഖ്യധർമ്മം അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിലാണ് അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുള്ളത്. ഇനി അന്നജം ഉണ്ടോ ഇല്ലയോ, ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ അന്നജത്തിൻ്റെ അളവ് ഉണ്ടോ അല്ലെങ്കിൽ അന്നജത്തിൻ്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് കണക്കാക്കുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിച്ച് ഏത് നിറമുണ്ടാക്കും? കടും നീല നിറം ഉണ്ടാക്കുന്നു. അടുത്ത രണ്ടാമത്തെ ഘടകമാണ് മാംസ്യം. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ അഥവാ മാംസ്യം. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ധാന്യകങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുത്തുന്നു. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്.
ഒരാളുടെ ശരീരഭാഗത്തിന് അനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. അപ്പോൾ 60 കിലോഗ്രാമുള്ള ഒരു വ്യക്തി ഒരു ദിവസം കഴിക്കേണ്ട പ്രോട്ടീൻ്റെ അളവ് 60 ഗ്രാമാണ്. ഓക്കെ, ഇനി എന്താണ് ക്വാഷിയോർക്കർ? പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തും ഇരിക്കും. ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഭക്ഷ്യവസ്തുക്കളും പ്രോട്ടീനും തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് ചെറുപയറിലാണ്. ആട്ടിറച്ചിയിൽ 21, അതുപോലെ തന്നെ കശുവണ്ടിയിൽ 21 കാണുന്നുണ്ട്. ഓക്കെ അല്ലേ? എടുത്തത് ഇവിടെ പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാമഗ്രികൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? ഒരു കോഴിമുട്ടയുടെ വെള്ളക്കുരുവിൽ അല്പം വെള്ളം ചേർത്ത് ഇളക്കി അതൊരു ടെസ്റ്റ് ട്യൂബിൽ കാൽഭാഗം എടുത്ത് അതിലേക്ക് 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി ഒഴിക്കുന്നു. അത് ഇളക്കിയത് ശേഷം അതിലേക്ക് 44% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനി ചേർത്തിട്ട് വയലറ്റ് നിറം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പ്രോട്ടീൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി കൊഴുപ്പില്ലെങ്കിൽ എന്നുള്ള ഭാഗമാണ്, അതായത് മൂന്നാമത്തെ ഭാഗമാണ് കൊഴുപ്പ് അല്ലേ. ഒന്നാമത് നമ്മൾ ധാന്യകം പഠിച്ചു, രണ്ടാമത് മാംസ്യം അഥവാ പ്രോട്ടീൻ പഠിച്ചു, മൂന്നാമത്തേത് ഫാറ്റ് അഥവാ കൊഴുപ്പാണ്. നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. മാംസം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധതരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പടങ്ങിയിരിക്കുന്നു. വിവിധതരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന കൊഴുപ്പുകളാണ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും എന്ത് ചെയ്യുന്നു? ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് കൂടിയേ തീരൂ. ഒരു ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരച്ച് ഉണങ്ങിയ ശേഷം എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി കൊഴുപ്പ് അധികമായാൽ എന്താണ്? അത് നന്നല്ല അല്ലേ, അത് നമ്മുടെ ഹെൽത്തിനെ വളരെയധികം മോശമായിട്ട് ബാധിക്കും. ബ്ലഡ് ഷുഗറിൻ്റെ നോർമൽ റേഞ്ച് ഓർമ്മിച്ച് വെക്കണം, 70 to 110 ആണ് mg/dl. കൊളസ്ട്രോൾ എത്രയാണ്? അപ് ടു 200 പോകാൻ പറ്റൂ. കൊഴുപ്പും കൊളസ്ട്രോളും. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല എന്നാണ് പറയുന്നത്. അടുത്ത ഘടകമാണ് ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതുക്കളും. ഇവ കുറഞ്ഞ അളവിലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. പഴങ്ങൾ, പച്ചക്കറി, പാൽ, മുട്ട, ഇലക്കറി തുടങ്ങിയവ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും കലവറകളാണ്. ഇനി ഒരു പഠന റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസവും 295 ഗ്രാം പച്ചക്കറി ഭക്ഷിക്കണമെന്നാണ്. എന്നാൽ ഇന്ത്യയിൽ ശരാശരി 135 ഗ്രാം പച്ചക്കറികൾ മാത്രമേ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിൽ ഒരാൾ ശരാശരി 50 ഗ്രാം പച്ചക്കറിയാണ് ഒരു ദിവസം കഴിക്കുന്നത്. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതങ്ങനെ തന്നെ പഠിക്കണം. വൈറ്റമിൻസ് ഏതൊക്കെയുണ്ട്? A, D, E, K, അതുപോലെ തന്നെ B, C. ഇതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണത്? കൊഴുപ്പിൽ ലയിക്കുന്നവ, അതുപോലെ തന്നെ വെള്ളത്തിൽ ലയിക്കുന്നവ. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് വൈറ്റമിൻ A. ഇത് കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. ഏതിലൊക്കെയാണുള്ളത്? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയിൽ ധാരാളമായി കാണപ്പെടുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് വേണ്ടിയാണ് വൈറ്റമിൻ ഡി ഉപയോഗിക്കുന്നത്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതാണ് ഇത്. പാലുൽപ്പന്നങ്ങളിൽ നിന്നും ലഭിക്കുന്നു. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാണ് ഇ ഉപയോഗിക്കുന്നത്. സസ്യ എണ്ണകളാണ് ഇയുടെ കലവറ. കെ ഉപയോഗിക്കുന്നത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഉറവിടമാണ് കാബേജ്, ചീര, കോളിഫ്ലവർ തുടങ്ങിയവ. ഇനി വെള്ളത്തിൽ ലയിക്കുന്നവയാണ് വൈറ്റമിൻ ബിയും അതുപോലെ തന്നെ സിയും. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയാണ് ബിയുടെ ധർമ്മം. അത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ധാന്യങ്ങളുടെ തവിടിൽ, മുട്ട, പാല്, ചേമ്പില തുടങ്ങിയ ഇടങ്ങളിലാണ്. വൈറ്റമിൻ സി ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. കൂടുതലായി അടങ്ങിയിരിക്കുന്നത് പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിലാണ്. ഓക്കെ, ഇനി
നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പഴങ്ങളും പച്ചക്കറികളൊക്കെ വേവിക്കുന്ന സമയത്ത് അടച്ചു വെക്കണം എന്ന്. കാരണം അതിൻ്റെ വൈറ്റമിൻ സി നഷ്ടപ്പെടാതിരിക്കാനാണ്. വൈറ്റമിൻ സി വളരെ പെട്ടെന്ന് നീരാവിയിൽ ലയിക്കും, അതുകൊണ്ട് അത് പുറത്തു പോകാതിരിക്കാനാണ് അടച്ചു വെക്കണമെന്ന് പറയുന്നത്. ഇനി ധാതുലവണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇരുമ്പ്. ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്നു. ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറി, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ അത് അടങ്ങിയിരിക്കുന്നു. സോഡിയം, ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നത് സോഡിയമാണ്. കറിയുപ്പിലുണ്ട്. അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്നു. കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയിൽ ധാരാളമായി അയഡിൻ അടങ്ങിയിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് പോഷകഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാണ്? വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. ലക്ഷണം എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ബിയുടേത് വായ്പുണ്ണാണ്, വായിൽ വ്രണങ്ങൾ. വൈറ്റമിൻ സിയുടേത് സ്കർവിയാണ്, മോണയിൽ പഴുപ്പും രക്തസ്രാവവും. ഡിയുടേത് കണ, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇരുമ്പ് അനീമിയാണ്, രക്തക്കുറവും വിളർച്ചയും. അയഡിൻ ഗോയിറ്ററാണ്, തൊണ്ടയിൽ മുഴ. ഇനി പോഷകങ്ങളല്ലാതെ മറ്റ് ഘടകങ്ങളാണ് ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് ജലമാണ്, മറ്റേത് നാരുകളാണ്. നമ്മുടെ ശരീരത്തിൽ 2/3 ജലമാണ്. തലച്ചോറിൻ്റെ 85%, രക്തത്തിൻ്റെ 90%, എല്ലുകളുടെ 25% ജലമാണ്. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ജലമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കേണ്ടതുണ്ട്. നാരുകൾ എന്താണ്? സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണ് നാരുകൾ. ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ശരീരത്തിന് പോഷകഘടകങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവ നാരുകളുടെ കലവറയാണ്. എക്സാമ്പിളാണ് ഈ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ. ഓക്കെ, അപ്പം നമ്മൾ സമീകൃത ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തെയാണ് നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഇതിൽ അധിക വായനയ്ക്ക് ഓരോ ഭക്ഷ്യവസ്തുവും അതിലടങ്ങിയിരുന്ന വൈറ്റമിൻസിൻ്റെയും ധാതുക്കളുടെയും അളവും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്.